ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാവരുടെയും ഒരു വിചാരമുണ്ട്, മാർക്കറ്റിംഗ് ആണോ, ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ചെയ്യണോ. അതിപ്പോഴും ഉണ്ട്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേർഡാണ് ആൾക്കാരെല്ലാം അവരത് വിചാരിക്കുന്നത്. മാത്രമേ അറിയുന്നുള്ളൂ, ഡിജിറ്റലി ആണെന്നുള്ളത് അവർക്ക് അറിയില്ല. ഈ മാർക്കറ്റിംഗാണോ നീ പോകുന്നത്, അതാണോ നീ ഇപ്പം 3 വർഷം പഠിച്ച്, അങ്ങനെ ഒരു ചോദ്യം വരും. വെബ്സൈറ്റ് ചെയ്ത വഴി തന്നെയാണ് ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റിയത്. അതെ, എനിക്ക് വെബ്സൈറ്റ് ചെയ്തതും അച്ഛൻ്റെ ആ ഒരു ഹോട്ടൽ അച്ഛൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അവരുടെ വെബ്സൈറ്റ് ചെയ്ത് കൊടുത്തു. ഫോൺ എടുത്തിട്ട് ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് അപ്പോൾ അതിങ്ങനെ വന്നേ, അങ്ങനെയൊക്കെ. ഓക്കെ. പിന്നെ വീട്ടുകാരെന്നെ സെർച്ച് ചെയ്ത് നോക്കാൻ തുടങ്ങി വരുന്നുണ്ടോന്ന്. അവർക്കൊരു ഇഷ്ടമായി. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ ഡിസിഷൻ എടുത്തത് തെറ്റി. ഇനി ഇതുകൊണ്ട് ഇതിലൊരു കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഇതിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ലായിരുന്നു. ജോലി കിട്ടിയേ പറ്റൂ. നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. കഷ്ടപ്പെട്ട് പഠിച്ചാൽ ഇഷ്ടപ്പെട്ടത് നേടാം. വെൽക്കം ടു വൺ ടീം ടോക്സ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ധന്യ കൃഷ്ണനാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഇന്നൊരു ഡിജിറ്റൽ മാർക്കറ്ററായിട്ടൊരു റെപ്യൂട്ടഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ധന്യ കൃഷ്ണൻ്റെ ഒരു കരിയർ ജേർണി എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ധന്യ, വെൽക്കം ടു വൺ ടീം ടോക്സ്. താങ്ക് യു. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ധന്യ +2 കൊമേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് BCA ചെയ്തു. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വരുന്നത്. അതെ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് എത്തിപ്പെടുന്നത്? എനിക്ക് BCA ചെയ്തപ്പോൾ കോഡിങ്ങിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പോൾ കോഡില്ലാണ്ട് ഇവിടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് മെയിനായിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു കോഴ്സിന് പോയിട്ടുണ്ടായിരുന്നു. BCA അല്ലേ ചെയ്തത്. അപ്പോൾ ഇനി കഷ്ടപ്പെട്ട് കോഡിങ് പഠിച്ചിട്ട് അങ്ങനെ അതിന് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിനെ ബേസ് ചെയ്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ വേറൊരു കോഴ്സിന് പോയത്. അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് അത്ര പറ്റണില്ല എന്നുള്ളത്. അപ്പം ഞാൻ ഇതിൽ കോഡിങ് ഇല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വന്നത്, അല്ലാണ്ട് ബാക്കിയൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പോൾ BCA ഒക്കെ പഠിക്കുന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല, അത്രയൊന്നും കേട്ടിട്ടില്ലായിരുന്നു. അതിങ്ങനെ ഒരു ഫീൽഡ് ഉണ്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതെന്തെങ്കിലും മാർക്കറ്റിംഗ് ജോബ് ആയിരിക്കുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോൾ എന്തായിരുന്നു? ഇപ്പോൾ ഇതുപോലെ BCA കഴിഞ്ഞു, ഇനി ഞാനൊരു കോഴ്സ് പഠിക്കാൻ പോവുകയാണ്, അതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലത്തെ കോഴ്സാണ് പഠിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്നുള്ളൊരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അവരുടെ വിചാരം ഇങ്ങനെ ഫീൽഡ് വർക്ക് വരുമോ, മാർക്കറ്റിങ്ങിന് ഇറങ്ങേണ്ടി വരുമോ, അങ്ങനെ അവരുടെയും നല്ല എല്ലാവരുടെയും വിചാരം അതായിരുന്നു. ഇതിനാണോ ഇപ്പോൾ ഇത്ര ഡിഗ്രിക്കൊക്കെ വിട്ടിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇതിനാണോ എന്ന് ഇങ്ങനെ ഒരു മൈൻഡ്, ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അറിയാതെയാണ് ഈ ഒരു കോഴ്സ് പഠിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിനെപ്പറ്റി റിസർച്ചൊക്കെ നടത്തിയിരുന്നു. അതായത് ഇതിനൊരു ഓപ്പർച്യൂണിറ്റി എന്താണ്, ഇതിനകത്ത് എന്തായിരിക്കും പഠിക്കാൻ പോകുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റിസർച്ച് പോലെ നടത്തിയിട്ടാണോ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തത്? എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ ആദ്യം ഒരു കോഴ്സ് എടുത്തത് മണ്ടത്തരായി പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. 1 മാസം ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ ഇതിനെ പറ്റി നോക്കി. പിന്നെ പ്രവീൺ സാറായിട്ടും ഒരുപാട് സംസാരിച്ച് അങ്ങനെ എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് പിന്നെ ആഡ് റൺ ചെയ്യാനാണ്. ഇങ്ങനെ നമ്മൾ കാണുന്ന ആഡൊക്കെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സാണ് ചെയ്യുന്നത്, ഇതിൻ്റെ പുറകിൽ ഇത്ര വലിയൊരു ടീം ഉണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതേപോലെ ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ വരുന്നു, അതൊക്കെ നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്നു എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതൊക്കെ ചെയ്തപ്പോൾ ഒരു കൗതുകമായിട്ടും തോന്നി. ഓക്കെ. അപ്പോൾ ആദ്യം ഒരു കോഴ്സ് പഠിച്ചെന്ന് പറഞ്ഞല്ലോ, അതെന്ത് കോഴ്സായിരുന്നു? അത് മേൺസ്റ്റാക്ക് എന്ന് പറയും. മേണായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോഡിങ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് താല്പര്യം ഇല്ലാത്ത ആളല്ലായിരുന്നോ? പിന്നെ എങ്ങനെ മേൺസ്റ്റാക്കിൽ ചെന്ന് ലാൻഡ് ചെയ്തേ? എല്ലാവരും BCA കഴിഞ്ഞാൽ കുറേ പേര് MCA ചെയ്യും, അല്ലെങ്കിൽ ഇതേപോലെ കോഡിംഗ് ആയിട്ട് റിലേറ്റഡുള്ള അതിനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇതിപ്പോൾ ഫീൽഡ് ജസ്റ്റ് മാറുന്ന പോലെ ആയില്ലേ. അപ്പോൾ ആ ഫീൽഡിൽ തന്നെ നിൽക്കാം എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ പോയതാണ്. അപ്പോൾ ഈ മേൺസ്റ്റാക്ക് എങ്ങനെയാണ് മൈൻഡിലേക്ക് വന്നത് ഡിഗ്രി കഴിഞ്ഞ സമയത്ത്? അത് ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഞങ്ങളൊരു 5-6 പേര് ഇത് തന്നെയായിരുന്നു. ഒന്നിച്ച് പോയിട്ട് ജോയിൻ ചെയ്തതാണ്. ഒന്നിച്ച് പോയിട്ട് ഒരു ജനുവരി ആകുമ്പോൾ തന്നെ എല്ലാവരും കുറേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കോൾ വരും, നീ എന്താ ചെയ്യുന്നത് ഇനി. അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു സംസാരം തുടങ്ങുമല്ലോ. അപ്പോൾ അവിടെയൊന്നും ഒരു ഇൻട്രസ്റ്റ് നോക്കാതെ ജസ്റ്റ് ഫ്രണ്ട്സ് പറഞ്ഞു അങ്ങനെ പോയിട്ടാണ് മേൺസ്റ്റാക്കിന് ജോയിൻ ചെയ്യുന്നത്. കഷ്ടപ്പെട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. അതായത് ശരിക്കും BCA ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ കോഡിങ്ങും പ്രോഗ്രാമിങ്ങും ഒക്കെ അതിനകത്ത് നിങ്ങൾ പഠിക്കുന്നതല്ലേ? അപ്പോൾ അതുമായിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരുന്നത്? എനിക്ക് അവിടെ കുറച്ച് റൂഡായിട്ട് തോന്നി പഠിപ്പിക്കുന്ന സ്ഥലം തന്നെ. ഞാൻ ഭയങ്കര ഹോം സിക്കാണ്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറിയേണ്ടിയും എല്ലാം പാടെ എനിക്ക് അങ്ങനെ ഒന്നിനും. അത് പറഞ്ഞപ്പോഴാണ് വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അച്ഛനും അമ്മയും ചേച്ചിയുണ്ട്. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യാണ്? അമ്മ ഹൗസ് വൈഫാണ്, അച്ഛൻ ഒരു ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ കുക്കാണ്. ചേച്ചിയോ? ചേച്ചി റേഡിയോളജിസ്റ്റാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളൊരു കരിയറൊക്കെ നോക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഒരു പോയിന്റ് വന്ന് കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് മാറേണ്ടി വരത്തില്ല. നിൽക്കണം. അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ.
അപ്പോൾ അത് ഈ പറഞ്ഞ ഒരു കോഴ്സ് ജോയിൻ ചെയ്തു, 1 മന്ത് പോയി. ആ കോഴ്സ് ജോയിൻ ചെയ്യുന്നതും അത് ധന്യയുടെ ഇഷ്ടപ്രകാരം തന്നെയല്ല പോയി, അതായത് ചൂസ് ചെയ്തത്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇതുപോലെ വീട്ടിൽ തന്നെ പറഞ്ഞൊരു കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഡിസംബറൊക്കെ ആയപ്പോൾ തന്നെ അമ്മയ്ക്ക് അറിയായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും കോഴ്സ് ചെയ്യണം എന്നുള്ളത് അമ്മയുടെ മൈൻഡിലുണ്ടായിരുന്നു. കാരണം ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് MCA ചെയ്യണ്ട, PGക്ക് പോകാൻ താല്പര്യമില്ല. എനിക്ക് പെട്ടെന്നൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും എനിക്ക് പഠിച്ചാൽ മതി, അത് ഏത് കോഴ്സായാലും വേണ്ടില്ല, അങ്ങനെ ഒരു മൈൻഡായിരുന്നു. ഓക്കെ. അപ്പോൾ ഒരു സ്വന്തം ഇഷ്ടപ്രകാരം കോഴ്സിന് പോയി ജോയിൻ ചെയ്ത് 1 മന്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നിർത്താൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ പാരൻസ് എന്ത് പറഞ്ഞു? ഞാൻ ആദ്യം ചേച്ചീനെ വിളിച്ച് പറഞ്ഞു എനിക്കിവിടെ പറ്റണില്ല. ഓക്കെ. അപ്പോൾ ചേച്ചി പറഞ്ഞു പോരെ ഇങ്ങോട്ട്, എന്തിനാ നിൽക്കണ അവിടെ, പഠിക്കാൻ പറ്റും നിർത്തിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് വീട്ടിലെത്തിയപ്പോഴും അതിനെപ്പറ്റി അധികം സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ പറഞ്ഞു അടുത്തത് എന്താ വെച്ചാൽ നോക്കിക്കോ, കഴിഞ്ഞത് കഴിഞ്ഞു, പോയത് പോയി. അപ്പോൾ ഒരു കോഴ്സ് കണ്ടുപിടിച്ചു, പോയി ജോയിൻ ചെയ്തു, 1 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു. വീണ്ടും അടുത്ത കോഴ്സായിട്ട് ചെല്ലുമ്പോൾ സാധാരണ ഏത് വീട്ടിലാണെങ്കിലും അവർ പറയുമല്ലോ ഇത് എന്തിനാണ്, ഇത് ഒന്ന് പോയി ചെയ്തില്ല, വീണ്ടും പോയിട്ട് ഇതുപോലെ തന്നെ തിരിച്ചു വരാനാണോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നില്ലായിരുന്നോ? നല്ലപോലെ വന്നിട്ടുണ്ട്. ഓക്കെ. അന്ന് പിന്നെ അവരുടെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇനി കൊച്ചിക്ക് തന്നെ ഇനി പോകണോ, ഇവിടെ അടുത്തെവിടെയെങ്കിലും നോക്കിയാൽ പോരെ. അല്ല അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ കോഴ്സ് നോക്കിയില്ലേ? അതിപ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കാം. ഓൺലൈനായ എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഓക്കെ. നമുക്ക് എത്രത്തോളം ഇതാവും അറിയില്ലല്ലോ. അപ്പം അങ്ങനെ അതൊരു ടെൻഷൻ. ഓക്കെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? കാരണം ഈ പറഞ്ഞ ഒരു കോഴ്സ് കഴിഞ്ഞത് അതിൻ്റെ പൈസ പോയി, അടുത്തതിന് പോകുന്നു. അപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് വരാതെ ഒരു റൈറ്റ് കോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അത് പഠിക്കാൻ പറ്റുന്നതായിരിക്കണം, ഇത് പഠിച്ചാൽ ജോലി കിട്ടണം, പഠിക്കുന്ന സ്ഥലം നല്ലതായിരിക്കണം. അപ്പോൾ ഇതൊരു വലിയ ചലഞ്ചല്ലേ. ഇത് തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണം, വേറെ ആരും ഇല്ല, നമ്മൾ തന്നെ കണ്ടുപിടിച്ച് പാരൻസിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വീണ്ടും ഒരു വലിയ ഡിസിഷൻ എടുക്കാൻ പോകുക. ഫസ്റ്റ് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇത്രയും ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല, കാരണം അത് നമുക്ക് എളുപ്പമാണ് കാര്യം. ഒരു കോഴ്സ് പറഞ്ഞു ഇഷ്ടത്തിനായിരുന്നു അത് മുഴുവനും. അപ്പോൾ സെക്കൻഡ് വീണ്ടും മിസ്റ്റേക്ക് വരാതെ ഒരു കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ വൺസ് ഒരു മിസ്റ്റേക്ക് വന്നു കഴിയുമ്പോൾ സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല, അത് സക്സസ് ആയേ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ മാനേജ് ചെയ്തത്? അതായത് നേരത്തെ പറഞ്ഞ നല്ല കോഴ്സ് കണ്ടുപിടിക്കണം, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം, ജോലി കിട്ടണം, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം. അപ്പോൾ ഈ ചലഞ്ചസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ആക്ച്വലി ഞാൻ 1 ടീമിൽ ഒരുക്ക വന്ന് പോയിണ്ടായിരുന്നു, അതായത് മറ്റേ കോഴ്സിന് ചേരുന്നതിന് മുൻപേ. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഒരു 5-6 ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോരാ, അതിലും കൂടുതൽ ഇതിൽ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലിസ്റ്റിൽ 1 ടീം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഫാമിലി ആയിട്ടാണ് വന്ന് കണ്ടുപോയത്. പിന്നെ നമുക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ, അപ്പോൾ എനിക്കാണെങ്കിൽ ഹോം സിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ടൗണിലൊക്കെ അല്ലേ, അപ്പോൾ അങ്ങനെ അടുത്തന്നെ മതി. പഴയ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ മെട്രോൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു. അപ്പോൾ അങ്ങനെ റോഡ് ക്രോസ് ചെയ്യേണ്ട ആവശ്യം അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് മെയിനായിട്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സും അവിടെ തന്നെ നിന്നു. അപ്പോൾ എന്നാൽ ഞാനും അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോഴും എനിക്ക് പ്രവീൺ സാറിൻ്റെ ഒരു ഇത് മൈൻഡിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വിളിക്കാൻ മടി, നേരത്തെ ഒന്ന് വന്നു പോയതുകൊണ്ട്. ആൾക്കറിയാം, ആളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ ചേർന്നു, മേണിന് ചേർന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് വിളിക്കാൻ മടി, പക്ഷെ എന്നെ മറന്നിട്ടുണ്ടായിരുന്നില്ല ആള്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനടുത്ത് ഞാൻ പറഞ്ഞു, എടാ നീ ഒന്ന് സാറിനോട് ചോദിച്ചു നോക്ക് അവിടെ ഇനി വേക്കൻസി ഉണ്ടോ. അപ്പോൾ എന്നിട്ടും എനിക്ക് സമാധാനം ഇല്ലാണ്ട് ഞാൻ മെസ്സേജ് അയച്ചു സാറിന്. അപ്പോൾ ആള് വിളിച്ചു എന്നെ, അപ്പം തന്നെ വിളിച്ചു. എന്നിട്ട് എന്താ കാര്യം, ആൾക്ക് മനസ്സിലായി മെസ്സേജ് അയച്ചപ്പോൾ തന്നെ എനിക്കാണ് എന്നുള്ളത്. എന്നിട്ട് ആളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കുറേ പറഞ്ഞു തന്നു. പിന്നെ എൻ്റെ ഫാമിലീനെ കൺവിൻസ് ചെയ്തത് ആ ഒരു ക്രെഡിറ്റ് സാറിന് തന്നെയാണ്, സാറിനും രഞ്ജിത്ത് സാറിനും. ഞാനും അമ്മയും കൂടിയാണ് പിന്നെ എറണാകുളത്തേക്ക് വന്നത്. അമ്മയാണ് രഞ്ജിത്ത് സാറിനെ കണ്ടിട്ട് കുറേ സംസാരിച്ച് അങ്ങനെ പിന്നെ പ്രവീൺ സാർ വന്ന് വീഡിയോ കോളിൽ വന്ന് അങ്ങനെ അമ്മയുടെ അടുത്ത് അങ്ങനെ കുറേ സംസാരിച്ചു. അങ്ങനെ പിന്നെ ഫാമിലി കട്ടയ്ക്ക് നിന്നു കൂടെ. എന്താണെങ്കിലും കുഴപ്പമില്ല, ജോയിൻ ചെയ്യാൻ തന്നെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അടുത്തത് ഇത് പോയി നീ ഇനി അടുത്തത് നോക്ക്, ഇങ്ങനെ ഇരിക്കല്ലേ. അങ്ങനെ ഞാനാണെങ്കിൽ ഇനി റീഫണ്ട് കിട്ടും എന്നുള്ളൊരു ഇതിൽ അവരാദ്യം പഴയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീഫണ്ട് തരാമെന്നുള്ള. ഞാൻ ആക്ച്വലി അവിടെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ മാറാമെന്ന് വിചാരിച്ചതാണ്. അവർ ആദ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കോഴ്സ് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് അതിലേക്ക് ആക്കാന്നുള്ളത്. പിന്നെ അവരിങ്ങനെ വീണ്ടും തീരുമാനം മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു ഇനി റീഫണ്ടിനൊന്നും നിൽക്കണ്ട, നീ വേറെ നോക്കിക്കോ, ഇനിയും എന്താച്ച് നോക്കിക്കോന്ന്. പിന്നെ പ്രവീൺ സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ വീട്ടിലും ഒരു കോൺഫിഡൻസ് ആയി. അങ്ങനെ വീണ്ടും കയറി വന്നു.
ഓക്കെ. അപ്പോൾ അതിലും ഈ പറഞ്ഞ മേണിൽ നിന്ന് മാറി ഡിജിറ്റൽ മാർക്കറ്റിലേക്ക് വരുന്നു. ആ സമയത്ത് വേറെ ഏതെങ്കിലും കോഴ്സ് മൈൻഡിലുണ്ടായിരുന്നോ? ഇല്ല ഇല്ല, ഇത് മാത്രമേ ഇത് ഉണ്ടായിരുന്നു. മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇനി ഇതാണ് എൻ്റെ ഫ്യൂച്ചർ എന്ന് തീരുമാനിച്ചു, പിന്നെ യൂട്യൂബിൽ കുറച്ച് ക്ലാസ്സസ് ഒക്കെ ഇരുന്ന് കണ്ടു. അറ്റൻഡ് ചെയ്ത് നോക്കിയാണ്. ഓക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ മനസ്സിലായി പഠിക്കാൻ പറ്റും, ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് മനസ്സിലായിരുന്നു. പിന്നെ എൻ്റെ ഒരു ധാരണ എന്ന് വെച്ചാൽ ബികോം കഴിഞ്ഞവർക്ക് എല്ലാവർക്കും ഇത് ചെയ്യാം, അവർ മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ ഓക്കെ. പിന്നെ മനസ്സിലായി എല്ലാവർക്കും പറ്റും. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്ററായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ എന്തൊക്കെ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്? അതായത് ബേസിക് ഇപ്പോൾ നമുക്ക് SEO ഉണ്ട്, അങ്ങനെ പല മൊഡ്യൂൾസ് ഉണ്ടല്ലോ, അതിൽ ഏതിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മെയിനായിട്ട് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക വേർഡ് പ്രസ്സിൽ, എന്നിട്ട് അത് SEO ചെയ്ത് റാങ്ക് ചെയ്യിക്കുക. ഓക്കെ. മെയിനായിട്ട് അതാ വരുന്നത്. ഓക്കെ. പിന്നെ ബാക്കി എല്ലാ വർക്കും ചെയ്യണം. ഓക്കെ. ഓക്കെ. കാരണം ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എന്നുള്ള റോളിലാണല്ലോ ഇരിക്കുന്നത്. SEO അനലിസ്റ്റും അല്ല, അങ്ങനെയാണ്. അപ്പോൾ അത് വീട്ടിൽ നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്, കമ്പനി പോയിട്ട് വർക്ക് അല്ല, ചെയ്യണം? കമ്പനി പോയിട്ടാ. അപ്പോൾ അത് ഡെയിലി പോയി വരുവാണോ? ഡെയിലി പോയി വരാം. ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? കൊച്ചിയിൽ ഡെയിലി പോയി വരുമായിരുന്നോ അതോ ഇവിടെ നിൽക്കുകയായിരുന്നോ? കുറച്ച് നാൾ ഒരു 4 months ഡെയിലി പോയി വന്നു. അത് ഒറ്റപ്പാലത്ത് നിന്ന് കൊച്ചി വന്നിട്ട് തിരിച്ചു പോകും? 2 മണിക്കൂറല്ലേ ക്ലാസ്സുള്ളൂ. 2 മണിക്കൂർ ക്ലാസ്സിൽ ട്രാവലിംഗ് എത്ര സമയം ഉണ്ടായിരുന്നു? ട്രാവലിംഗ് ഒരു 6 hours ഒക്കെ ഉണ്ടായിരുന്നു. 6 hours ട്രാവൽ ചെയ്തിട്ടാണ് 2 മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും? രാവിലെ 5:30 ഇറങ്ങും. 5:30 ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഈവനിങ് ആവും? 6:30. അപ്പോൾ ശരിക്കും ഭയങ്കര അത്രയൊരു ടൈറ്റ് ഷെഡ്യൂളല്ലേ? കാരണം നമ്മളൊരു 2 മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ഇത് പഠിക്കണം, ഇതിൻ്റെ ബാക്കി ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാണും, ഇതിൻ്റെ കൂടെ ഒരു 6 hours നമ്മൾ ട്രാവലിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ശരിക്കും നല്ല അത്രയും കഷ്ടപ്പെട്ടല്ലേ? ശരിക്കും കഷ്ടപ്പെട്ട് പഠിക്കാന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത്രയും എഫേർട്ട് എടുത്തിട്ടല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? അതെ, അതുകൊണ്ട് തന്നെ ഞാൻ 1 മാസം മുമ്പ് തന്നെ ജോലിക്ക് കയറി. അത് കോഴ്സ് കഴിഞ്ഞ തന്നെ ജോലിക്ക് കയറി? ഓക്കെ. കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു? കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു, കാരണം ഞാൻ എല്ലാവർക്കും 1 month ബാക്കിലായി മറ്റേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട്. ജോയിൻ ചെയ്തപ്പോൾ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അതെ. അപ്പോൾ ആ പോർഷനൊക്കെ എങ്ങനെയാണ് അപ്പോൾ കവർ അപ്പ് ചെയ്തത്? ഒരു വാശിയായി. അല്ല, ഞാൻ പിന്നെ വേറെ ബാച്ചിലേക്ക് മാറി. ഓക്കെ ഓക്കെ. അങ്ങനെ അത് ആ പോർഷൻ എല്ലാം കംപ്ലീറ്റ് ആയി. പിന്നെ പ്രവീൺ സാർ എനിക്ക് ഈ ടൈമിനനുസരിച്ചുള്ള സ്ലോട്ട് എനിക്ക് എടുത്തു തന്നു. ആൾക്കും എനിക്ക് എടുത്തു തരുമ്പോൾ ഒരു ഇതായിരുന്നു, ഇങ്ങനെ ഡെയിലി പോയി വരാൻ പറ്റുമോ. പിന്നെ ഞാൻ മിക്സ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. എനിക്ക് നസീബ് സാറാണ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാറിനറിയാം ഞാൻ ഡെയിലി പോയി വരികയാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് തലേ ദിവസം പറയും, നാളെ ചെറിയ ടോപ്പിക്കാണ് എടുക്കണത്, ഓൺലൈനായിട്ട് നീ ഇരുന്നാൽ മതി, അങ്ങനെ പറയും. പിന്നെ പ്രൊജക്റ്റും കാര്യങ്ങളായപ്പോഴാണ് ഞാൻ നിന്നത്. പിന്നെ LMS നമുക്കിവിടെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പം അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹോസ്റ്റലെടുത്ത് ഒരു 1.5 months നിന്നുള്ളൂ. ഇവിടെ നിന്നിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ ആ സമയത്ത് ഹോം സിക്നെസ് ഒന്നും ഫീൽ ചെയ്തില്ല? ഞാനിവിടെ ഒരു കന്യാസ്ത്രീമാരുടെ അടുത്തായിരുന്നു, അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ. നല്ല ഹോസ്റ്റലൊക്കെ. പിന്നെ നമ്മൾ കുറേ നാളായിട്ട് ഒരേ ക്ലാസ്സിലെ കുട്ടികൾ തന്നെയാണല്ലോ, അപ്പോൾ ആ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അപ്പം അങ്ങനെ പിന്നെ 1.5 months അല്ലേ ഉള്ളൂ, മാറി നിൽക്കണം എന്തെങ്കിലുമൊക്കെ. അപ്പോൾ 1.5 മാസം നിന്നപ്പോൾ ഹോസ്റ്റൽ ലൈഫാണോ വീട്ടിൽ നിൽക്കുന്നതാണോ നല്ലത്? എൻ്റെ വീട് തന്നെയാണ് നല്ലത്. സാധാരണ എല്ലാവരും ഇപ്പോൾ അതായത് ഇവിടെ നിൽക്കുന്ന മിക്ക സ്റ്റുഡൻസും പറയുന്നത് കൊച്ചിയിൽ വന്ന് ലൈഫ് എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ സിറ്റി ലൈഫ് വേണമെന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവിടുന്ന് നേരെ ഓപ്പോസിറ്റാണ് തിങ്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഹോസ്റ്റലിൽ വന്ന് നിന്നു 1 മാസം 1.5 മാസം നിന്നു, എന്നിട്ടും പിന്നെയും പ്രിഫർ ചെയ്യുന്നത് വീട്ടിൽ തന്നെ നിൽക്കാനാണ്. അതുകൊണ്ട് നാട്ടിൽ തന്നെ ഞാൻ കുറച്ച് അപ്ലൈ ചെയ്ത് ഓക്കെ അവിടെ തന്നെ ഇപ്പോൾ ഡെയിലി പോയി വരുന്ന വീടിനടുത്ത് തന്നെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്? അടുത്ത് തന്നെയെന്ന് പറയാൻ പറ്റില്ല. എത്ര ദൂരമുണ്ട്? ഒരു 2 hours അവിടെയും ട്രാവൽ ഉണ്ട്, 1 way. ഓക്കെ. 1 side 2 hours ട്രാവൽ ചെയ്യണം. അപ്പോൾ രാവിലെ ഓഫീസിലൊക്കെ എത്തണമെങ്കിൽ ഈ പറഞ്ഞ പോലെ 5 മണിക്ക് തന്നെ ഇറങ്ങണം? അല്ലല്ല, അവിടെ എനിക്ക് 8:30 പഞ്ച് ചെയ്താൽ മതി. ഓക്കെ. ഞാൻ വീട്ടിൽ നിന്ന് ഒരു 7 മണിയാകുമ്പോഴാണ് ഇറങ്ങുന്നത്. ഓക്കെ. ഈവനിങ്ങിലും രാത്രിയാവും തിരിച്ചു വരാനായിട്ട്? ഒരു 7 മണി ആകുമ്പോൾ തിരിച്ചു വരും. ഓക്കെ. അപ്പോൾ അതും ഇപ്പോൾ ഇനി മുന്നോട്ടുള്ള കരിയറിലാണെങ്കിൽ നമുക്ക് എന്തായാലും ഇപ്പോൾ ട്രിവാൻഡ്രം അല്ലെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ എബ്രോഡ് ഇതൊക്കെ നോക്കി പോകേണ്ട സിറ്റുവേഷൻ വരുമല്ലോ. അപ്പോൾ ആ സമയത്തേക്ക് അപ്പോൾ ഇപ്പോഴൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന നല്ലതല്ലേ? അതെന്തായാലും മാറും. അങ്ങനെ നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ എന്തായാലും മാറാൻ ഓക്കെയാണ് അത്. ഓക്കെ. ഇനി ഈ 1 team സെലക്ട് ചെയ്ത് ഫസ്റ്റ് വന്നത് ഒരു മേൺ അല്ലെങ്കിൽ അങ്ങനത്തെ ടെക്നോളജി നോക്കിയല്ലേ ഫസ്റ്റ് എൻക്വയറി നടത്തിയിരുന്നത്. അപ്പോൾ സെക്കൻഡ് ടൈം പിന്നെ വീണ്ടും ഡിജിറ്റൽ മാർക്കറ്റിൽ വന്നപ്പോൾ 1 team തന്നെ ചൂസ് ചെയ്തു. ആ ഡിസിഷൻ എത്രത്തോളം ശരിയായിരുന്നു? എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അത് 100% ഓക്കെ ആയിരുന്നു. നസീബിൻ്റെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? സാറിൻ്റെ വേ ഓഫ് ടീച്ചിങ് അടിപൊളിയാണ്. ആൾ കുറച്ച് നേരം ക്ലാസ്സിലുണ്ടാവുള്ളൂ. നമുക്കങ്ങനെ സാർ നേരത്തെ ചോദിച്ചില്ലേ ഹോംവർക്കിൻ്റെ കാര്യങ്ങളൊക്കെ, അങ്ങനെ വർക്കൊന്നും അധികം ഉണ്ടാവില്ല, കാരണം അവിടെ ഇരുന്ന് ചെയ്യാനുള്ള വർക്ക് തന്നെയാണ് ആൾ തരുന്നത്. അതങ്ങനെ ബാലൻസ് ചെയ്ത് പോകും. കുറച്ച് നേരം ആൾ ക്ലാസ് എടുക്കുള്ളൂ, പക്ഷെ ആ എടുക്കുന്ന കാര്യം ക്ലിയർ ആണ്, മനസ്സിലാകുമായിരുന്നു. ചില ആൾക്കാരുടെ കഴിവാണല്ലോ. അപ്പോൾ ജോബ് കിട്ടിക്കഴിഞ്ഞിട്ടും പിന്നെ എനിക്ക് തോന്നുന്നത് സപ്പോർട്ടിനൊക്കെ വേണ്ടി കോൺടാക്ട് ചെയ്യും, നസീബ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ.
അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സാർ അവിടെ നിന്ന് പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ അങ്ങനെ എവിടെയാണ് കയറുന്നത് വെച്ചാൽ അവിടെ നിന്ന് മാക്സിമം കാര്യങ്ങൾ പഠിച്ചെടുക്കാനും നോക്കണം, എന്നിട്ട് വേറെ സ്ഥലം നോക്കിയാൽ മതി, അങ്ങനെയൊക്കെ. അപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുണ്ടെങ്കിലും വിളിച്ചോ, പിന്നെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് എടുക്കണം, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു തന്നിട്ട് പോയതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ പഠിച്ചതിൻ്റെ കൂടെ തന്നെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ ഒരു വെബ്സൈറ്റ് ചെയ്ത വഴി തന്നെയാണ് ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റിയത്. അതെ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറയാം, അതായത് ആ വെബ്സൈറ്റ് എന്താ ചെയ്തത്? എനിക്ക് ആ വെബ്സൈറ്റ് ചെയ്തതും അച്ഛൻ്റെ ആ ഒരു ഹോട്ടൽ അച്ഛൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അവരുടെ വെബ്സൈറ്റ് ചെയ്ത് കൊടുത്തു. അത് അവരോട് പറഞ്ഞിട്ടാണ് ചെയ്തത്? അല്ല, കാരണം എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് എനിക്കറിയില്ല, അറിയത്തില്ലായിരുന്നു. പിന്നെ എന്താ നസീബ് സാർ പറഞ്ഞു സാറിലൊന്ന് ചെയ്തു. അപ്പോൾ വെറുതെ, അതായത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് അവർക്ക് വേണ്ടി ഒരു വെബ്സൈറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് അന്ന് അറിയണ്ടായിരുന്നില്ല ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നോ, അങ്ങനെയൊന്നും എനിക്ക് ചെയ്യും പറയണ്ടായിരുന്നില്ല. കാരണം വെബ്സൈറ്റ് ഉണ്ടാക്കണം, അങ്ങനെ ഡൊമൈൻ വാങ്ങുന്ന അന്നൊക്കെ ആദ്യമായിട്ട് അത് കേൾക്കുന്നത്. അപ്പം അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വരാനാണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വെബ്സൈറ്റ് വെറുതെ ഡെവലപ്പ് ചെയ്തു, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് കാണിച്ചു. ഇൻഡെക്സ് ചെയ്തിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഗൂഗിൾ ഫോൺ എടുത്തിട്ട് ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് അപ്പോൾ അതിങ്ങനെ വന്നേ, അങ്ങനെയൊക്കെ. പിന്നെ വീട്ടുകാരെന്നെ സെർച്ച് ചെയ്ത് നോക്കാൻ തുടങ്ങി വരുന്നുണ്ടോന്ന്, അവർക്കും ഒരു ഇഷ്ടമായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ഹോട്ടലിൽ പോയിട്ട് അവർ കാണിച്ചു കൊടുത്തു, നിങ്ങൾക്ക് വേണ്ടി ചെയ്ത വെബ്സൈറ്റാന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്ത് പറഞ്ഞു? അവർക്ക് സന്തോഷമായി. ഓക്കെ. അപ്പോൾ ആ ഹോട്ടലിന് നേരത്തെ വെബ്സൈറ്റ് ഒന്നും ഇല്ലായിരുന്നോ? ഇല്ല. അപ്പോൾ ഇപ്പോൾ ഒറ്റപ്പാലത്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഒരു ഹോട്ടൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ഹോട്ടലാണ് ഫസ്റ്റ് പേജിൽ കാണാം. ഇത് കാണിക്കും. ഇത് അവിടെ നിന്ന് വല്ല പൈസ വാങ്ങിച്ചോ അതല്ല ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തു? ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തു. കാരണം ഞാൻ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഓക്കെ. ഇപ്പോൾ വെബ്സൈറ്റ് ലൈവാണ്, ആൾക്കാർ സെർച്ച് ചെയ്താൽ കിട്ടും. നമുക്ക് അന്ന് സെർച്ച് നോക്കിയാൽ കിട്ടും. അത് എന്ത് വെച്ച് സെർച്ച് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്? ഇപ്പോൾ ബെസ്റ്റ് വെജിറ്റേറിയൻ ഹോട്ടൽ ഇൻ ഒറ്റപ്പാലം എന്ന് അടിച്ചു കഴിയുമ്പോൾ ധന്യ ചെയ്ത വെബ്സൈറ്റാണ് കയറി വരുന്നത് ഫസ്റ്റ് പേജിൽ. ഓക്കെ. അപ്പോൾ അതുവഴി അവർക്ക് എന്തെങ്കിലും ബിസിനസ്സൊക്കെ വരുന്നുണ്ടോ? എനിക്കറിയൂടാ, വെറുതെ ചോദിക്കാൻ വയ്യായിരുന്നത് ഞാൻ ചെയ്ത വെബ്സൈറ്റ് വഴിയാണോ ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ടോ? കാരണം അത് കുറേ വർഷങ്ങളായിട്ടുള്ള ഹോട്ടലാണ്, അത് നേരത്തെ തൊട്ടേ ഉള്ള ഹോട്ടലാണ്. ഓക്കെ. അപ്പോൾ അവർക്ക് ഓൾറെഡി പേരൊക്കെ അറിയാം, വെബ്സൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, അവർക്ക് തന്നെ വരുന്നതാണ്. പക്ഷെ എന്നാലും വലിയ കാര്യമില്ല, അത്രയും ഒരു വർഷങ്ങളായിട്ടുള്ളൊരു ഹോട്ടലിന് വേണ്ടി വെബ്സൈറ്റ് ചെയ്യുന്നു, അത് ഗൂഗിളിൻ്റെ ഫസ്റ്റ് പേജിൽ വരുന്നു. അവർ ആ ഒരു വരുന്ന ബിസിനസ് വേർഡ് ഓഫ് മൗത്ത് വഴി വരുന്ന ബിസിനസ് ആയിരിക്കും. ഇപ്പോൾ പക്ഷേ അത് ഓൺലൈനായി. അത് അവർ ഒരു അറിയാതെ അവർക്ക് വേണ്ടി നല്ല വെബ്സൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. അത് അച്ഛൻ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് വലിയ കാര്യം തന്നെയാണ്. ഓക്കെ. അപ്പോൾ അത് ഇൻ്റർവ്യൂ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വെബ്സൈറ്റ് കണ്ടിട്ടാണ് അവർ സെലക്ഷൻ എടുക്കുന്നത്. അപ്പോൾ അന്ന് ഇൻ്റർവ്യൂ എങ്ങനെയായിരുന്നു? അത് ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു അതോ? ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. അത് കോഴ്സ് തീരാൻ 1 മന്തോട് ബാക്കിയുണ്ട്. ആ സമയത്താണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഇൻ്റർവ്യൂ കിട്ടിയത് എങ്ങനെയാണ്? അത് ലിങ്ക്ഡിനിൽ ഇങ്ങനെ കുറേ നോക്കി, പിന്നെ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ കുറേ നോക്കിയിട്ട്, കാരണം നീതു മാമാണ് അതിൻ്റെ പിറകിൽ. തുടക്കം തൊട്ടേ മാം എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾ ടെക്നിക്കൽ തലേ ദിവസമാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ സോഫ്റ്റ് സ്കില്ല് അത് നിങ്ങൾ മുൻപേ തന്നെ ഡെവലപ്പ് ചെയ്ത് പോകണം. നമുക്ക് തന്നെ ഫസ്റ്റ് വീക്ക് തൊട്ട് തന്നെ ക്ലാസ് ഉണ്ടായിരുന്നു. വീക്കിലി ഒരു ദിവസം ആ ക്ലാസ് ആയിരുന്നു. അതും എനിക്ക് ചൊവ്വാഴ്ച വേറൊരു കാര്യമുണ്ട്, ചൊവ്വാഴ്ച ഞാൻ ഡെയിലി വന്നു പോകുമ്പോൾ പാലക്കാട് മെമു ട്രെയിൻ ഇല്ല, അന്ന് മാം HR-ൻ്റെ എടുക്കില്ല ക്ലാസ്. അത് HR-ൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓൺലൈനിനേക്കാൾ കംഫർട്ട് ഓഫ്ലൈനായിട്ട് ചെയ്യണതാണല്ലോ. അപ്പം അത് മാമിനെ അറിയാം. അപ്പം മാം അത് വേറെ ദിവസത്തേക്ക് മാറ്റും. അതിപ്പോൾ നസീബ് സാറാണെങ്കിലും അതെ, അന്നത്തെ ദിവസം വലിയ പോർഷൻസ് ഒന്നും എടുക്കില്ല, കാരണം നേരത്തെ കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ അന്ന് മുതൽ തന്നെ ഇങ്ങനെ ഇൻ്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത്ര ഒരു പേടിയൊന്ന് പോയി കിട്ടി ഇൻ്റർവ്യൂവിന് പോയിരിക്കാനായിട്ട്. പിന്നെ മാം ടെക്നിക്കലും സോഫ്റ്റ് സ്കില്ലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ഈ ഓപ്പർച്യൂണിറ്റി വന്നത് ലിങ്ക്ഡിൻ വഴിയാണ്. ലിങ്ക്ഡിനിൽ വേക്കൻസി കണ്ടു, അപ്ലൈ ചെയ്തു, അവിടുന്ന് കോൾ വന്നു. ഇൻ്റർവ്യൂ ഡയറക്റ്റ് ആയിരുന്നു? ഡയറക്റ്റ് ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിന് മുന്നേ അതിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ലൈഫിൽ ഏതെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് ഇത്. ഞാൻ ദീപാവലിക്ക് നാട്ടിൽ പോയപ്പോൾ അങ്ങനെ പോയി അറ്റൻഡ് ചെയ്തത്. ആ സമയത്താണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പോഴാണ് സ്ഥലം മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ പോകുന്നില്ലായിരുന്നു, കാരണം കോട്ടയത്തും ഇടുക്കി അവിടെയൊക്കെ ആയിരുന്നു. ലിങ്ക്ഡിനിൽ ഇങ്ങോട്ട് ഓഫർ വരാൻ തുടങ്ങി. മാം നമുക്ക് പ്രൊഫൈൽ ക്രിയേഷൻ ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കമ്പനീസ് ഇങ്ങോട്ട് വരാൻ തുടങ്ങി, പക്ഷെ ദൂരമായിരുന്നു അത്. അപ്പോൾ ഇന്റേൺ ആയിട്ട് കയറുമ്പോൾ അത്രയ്ക്കൊന്നും സാലറി നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോവാനും മടിയാന്നിട്ട് ഞാൻ പിന്നെ പോയില്ലേ. ഇതാണ് ആദ്യമായിട്ട് ഞാൻ നേരിട്ട് അറ്റൻഡ് ചെയ്തൊരു ഇൻ്റർവ്യൂ. നോക്കി ഇപ്പോൾ പട്ടാമ്പി നാട്ടിൽ തന്നെ ഡെയിലി പോയി വരാം, അപ്പം എന്നാ നോക്കാൻ വിചാരിച്ചു. പോയി എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പക്ഷെ അവർ വിളിച്ചത്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ
കിട്ടില്ലായിരിക്കാം. ഓക്കെ. പക്ഷെ കിട്ടി. അവരെനിക്ക് വേണ്ടി ഒരു 1 മന്ത് വെയിറ്റ് ചെയ്തു എൻ്റെ കോഴ്സ് കഴിയണ വരെ. എന്നിട്ടും കോഴ്സ് തീർന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് കോഴ്സ് ഓൺലൈനായിട്ട് ഒരു 2 വീക്കിനടുത്ത് ഓൺലൈനായിട്ട് എടുത്തു. ഓക്കെ. അവിടെ അപ്പോൾ എന്തൊക്കെ റൗണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ? ഒരു റൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഈ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. ഓക്കെ. അപ്പോൾ അതിനകത്തൊരു മെയിൻ സംഭവം ഈ വെബ്സൈറ്റ് ആയിരുന്നു. അപ്പോൾ അതെടുത്ത് കൊടുത്തപ്പോൾ തന്നെ അവർക്ക് ഇമ്പ്രഷനായി, കാര്യങ്ങൾ അറിയാമെന്ന് മനസ്സിലായി. ഓക്കെ. അപ്പോൾ അത് ചെയ്ത് കൊടുത്തപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്താണെങ്കിൽ പോലും നമ്മുടെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയത് തെളിവാണല്ലോ അത്. അതെ, നമുക്ക് ചെയ്യാൻ അറിയാമെന്നുള്ള കാര്യം പിന്നെ നമ്മൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ വെബ്സൈറ്റിനകത്തും SEO ഒക്കെ ചെയ്ത് തന്നെ ധന്യ ഒറ്റയ്ക്കാണ് കംപ്ലീറ്റ് ചെയ്തത്. നസീബ് സാറിൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നുണ്ട്. ഹെൽപ്പ് എടുത്ത് ചെയ്തു. അതിൻ്റെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തിരുന്നു സാർ. നമുക്ക് അതന്നെ അതൊക്കെ എടുക്കാനായിട്ട് സാർ തന്നെ പറഞ്ഞു തന്നത്. എടുത്ത് അതിൽ നമ്മൾ 200 rupees ഒക്കെ വെച്ചിട്ട് ആഡൊക്കെ റൺ ചെയ്യുമായിരുന്നു. പേ ചെയ്തിട്ട് ആഡ് റൺ ചെയ്യും. ഓക്കെ. അപ്പോൾ അതെല്ലാം ഇവർക്ക് വേണ്ടി ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അവരിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ആക്റ്റീവായി തുടങ്ങിയോ? ഇല്ല, ചെയ്യുന്നില്ല. ഓക്കെ. അതവിടെ നിർത്തിയത്. ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും എടുത്തു ചെയ്ത് കൊടുത്താൽ മതി. അല്ല, എന്നാലും അവർക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ 2 റീൽസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒറ്റപ്പാലം എന്നൊക്കെ പറയുമ്പോൾ പാലക്കാട് ഏരിയയിലൂടെ ഇപ്പോൾ ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരുന്ന സമയമാണ്. നമ്മുടെ കൊല്ലംകോട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് സെർച്ച് വരും. അപ്പോൾ കുറച്ചൊന്നും കൂടെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഡബിൾ ബിസിനസ്സിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നും സംസാരിച്ചില്ല? ഇല്ല, ഇപ്പം തന്നെ അവർക്ക് നല്ല ബിസിനസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ആവശ്യമില്ലാതെ നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നമ്മളുടെ 1 ടീമിൽ തന്നെ കോഴ്സിന് ഇപ്പോൾ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ശരിക്കും ഇവിടെ വന്ന ശേഷമാണ് അങ്ങനെ ലിങ്ക്ഡിനകത്തൊക്കെ ആക്റ്റീവായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതിൽ നിന്ന് റിസൾട്ട് വരാനും തുടങ്ങി. അപ്പോൾ ഇപ്പോഴും അതിനകത്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടോ, അതല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ കുഴപ്പമില്ലാതെ ആക്റ്റീവ് ആവുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ പോലെ ഇല്ല. പണ്ട് പറഞ്ഞ നീതു മാം ഓരോ വീക്കും വരുമ്പോൾ നമ്മുടെ പ്രോഗ്രസ് എന്താണെന്നുള്ളത് നോക്കുമായിരുന്നു. നമ്മളെ കൊണ്ട് പോസ്റ്റ് ഇടിപ്പിക്കും. അതുപോലെ വെബ്സൈറ്റൊക്കെ ഞങ്ങൾക്ക് നല്ല ചെയ്ത് കിട്ടുന്നുണ്ട്. വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ഗൂഗിളിൽ ഇൻഡെക്സ് ചെയ്ത് വരാൻ തുടങ്ങി. എന്നിട്ട് ഞങ്ങൾക്കറിയില്ല പോസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം. എന്താ നിങ്ങൾ പോസ്റ്റ് ചെയ്യാത്തേ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കിട്ട് അങ്ങനെ മാം കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതും വരുമ്പോൾ ഓരോരുത്തരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കും. എന്നിട്ട് ഓരോ ചേഞ്ചസ് പറയും. റെസ്യൂമേ ആണെങ്കിലും അതെ അങ്ങനെ ഉണ്ടായിരുന്നത്. ഓരോ ചേഞ്ചസ് പറയും. ഫോണ്ട് പോലും മാം അത്രത്തോളം നോക്കിയിട്ടാണ് നമുക്ക് റെസ്യൂമേ പോലും തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോയി, ഫസ്റ്റ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു സെലക്റ്റഡ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് തോന്നി? അപ്പോൾ ഇത്ര പെട്ടെന്ന് സെലക്ട് ആയോ? എനിക്ക് കോഴ്സ് കഴിഞ്ഞാൽ അങ്ങനെ ഗ്യാപ്പ് വരരുത്, ആ ഒരു ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താ തോന്നിയെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. വീട്ടിൽ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? വീട്ടിൽ പറഞ്ഞപ്പോൾ വായോ നമുക്ക് ഇവിടെ തന്നെയാണല്ലോ നോക്കാം അങ്ങനെ. അപ്പോൾ അവർ ഹാപ്പിയായി. ഒരു കോഴ്സ് നിർത്തി രണ്ടാമതെടുത്ത് ആ ഡിസിഷൻ റൈറ്റ് ആണെന്നുള്ളത് അവർക്കൊന്നും എല്ലാവർക്കും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനൊരു ഇതായിരുന്നു. കിട്ടിയോ ഇത്രയും പെട്ടെന്ന് ഇതിലേക്ക് എത്തിയോ? അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാനൊരു ഇതായിരുന്നു. അപ്പോൾ ഈ കോഴ്സ് തീരുന്നതിന് മുന്നേ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു പേടി വരുന്നത്, അതായത് നമ്മളിനി കുറച്ച് പഠിക്കാനുണ്ട്, അതും കൂടെ പഠിച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ, അല്ലെങ്കിൽ അവിടെ നിന്ന് വല്ല ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യും, അങ്ങനത്തെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്റേൺ ആയിട്ടാണ് ഇവിടെ പൊസിഷൻ ഉണ്ടായിരുന്നത്. ഞാൻ 3 മാസം ബ്രൈറ്റ് ആർട്സിൽ ഇന്റേൺ ആയിട്ടാണ് നിന്നത്. പിന്നെയാണ് അപ്പോൾ ഇന്റേണിനോട് എത്ര ചോദിക്കുന്നു അതൊക്കെ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രത്തോടെ പോവുള്ളൂ, ഇനിയിപ്പോൾ പോയാലും കുഴപ്പമില്ലല്ലോ, ഒരു എക്സ്പീരിയൻസ് നല്ലതല്ലേ, ഇന്റർവ്യൂ എക്സ്പീരിയൻസ് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ പോയതാ. മാം ഇങ്ങനെ എപ്പോഴും പറയും ഇൻ്റർവ്യൂ ഫേസ് ടു ഫേസ് മെയിനായിട്ട് അറ്റൻഡ് ചെയ്തോ, നല്ലതാണ് എപ്പോഴും അങ്ങനെ. അപ്പോൾ പിന്നെ അടുത്തുമാണ്, ലീവും ഉണ്ട് ദീപാവലിക്ക്, എന്നാൽ പോവാ വെച്ചു. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ വർക്ക്, അതായത് ഇപ്പോൾ ചെയ്യുന്നത് SEO ആണ് മെയിനായിട്ട് ചെയ്യുന്നത്, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റും SEOയും. അതെങ്ങനെ പോകുന്നുണ്ട്? കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പോൾ 5 മന്തായി അവിടെ. 5 മന്ത്സായി. അപ്പോൾ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട്. അതിപ്പോൾ ജോയിൻ ചെയ്ത ഒരു ഇൻറ്റേണായിട്ട് ജോയിൻ ചെയ്തു, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് മാറി. ഒരു 3 മന്ത്സ് ഇൻറ്റേണായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് അവർ ക്ലയൻസിൻ്റെ വർക്കൊക്കെ ഏൽപ്പിച്ച് തുടങ്ങി. അവർ പെർമനൻ്റ് ആക്കി. നമ്മൾ ഇൻറ്റേണായിട്ട് നിൽക്കുമ്പോഴും ചെയ്യും ക്ലയൻറ്റിൻ്റെ വർക്കൊക്കെ. ഒരു 2 മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ചെയ്തു തരാൻ തുടങ്ങി. അപ്പോൾ ഒരു ക്ലയൻറ്റിനെ മൊത്തമായിട്ട് ധന്യ ഏൽപ്പിച്ചിരിക്കുകയാണ്, അവരുടെ വെബ്സൈറ്റ് SEO എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ അത് അത്രയും ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോബല്ലേ? റിസൾട്ട്, കാരണം ഇത് ഇപ്പോൾ ബാക്കി ജോലി പോലെയല്ല. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് എല്ലാം നമുക്ക് മെഷറബിൾ ആണ്. ഇപ്പോൾ വെബ്സൈറ്റിൽ എത്ര പേര് വരുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ആൾക്കാർ ഹിറ്റ് നമുക്ക് എത്ര കിട്ടുന്നുണ്ട്, ഇതെല്ലാം ഡയറക്റ്റ് അവർക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് റെസ്പോൺസിബിലിറ്റി കൂടുതലുള്ള ജോബല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ് ലെവലിൽ നിൽക്കുന്ന ഒരാൾക്ക്. അപ്പോൾ അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടോ ജോലി ചെയ്യുമ്പോൾ?
അതുണ്ട്. പിന്നെ അവിടുത്തെ ആൾക്കാർ കുഴപ്പമില്ല, നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടാണ്. അവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടി ഞാനാണ്, ഓക്കെ. അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം അങ്ങനെ അവരാദ്യം നമുക്ക് പുറത്തെ വർക്ക് തരില്ല. ഫസ്റ്റ് ഞാൻ ചെയ്തത് ഞങ്ങളുടെ കമ്പനിയുടെ തന്നെ ഏജൻസിയുടെ തന്നെ വെബ്സൈറ്റാണ്. ഞങ്ങളിപ്പോൾ റീബ്രാൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം അത് ചെയ്തു. എന്നിട്ട് ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി മാംഗ്ലൂരത്തെ അത് തന്നു. അങ്ങനെ പുറത്തുനിന്നുള്ള വർക്കും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ തന്നു. അങ്ങനെ ആദ്യം നമ്മുടെ ചെയ്തിട്ടാണ് അവർ പുറത്ത് തന്നിട്ടുള്ളത്. ഓക്കെ ഓക്കെ. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഈ ഒരു 2-3 മന്ത്സിനകത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ നല്ല നല്ല ക്ലയൻസിനെ കിട്ടി തുടങ്ങി. ഓക്കെ. അപ്പോഴും ഈ പറഞ്ഞ അവരുടെ ഒരു എൻറ്റയർ കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോഴത്തെ വർക്കിനകത്ത് ഒരു എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ അതായത് ഇത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ സ്കില്ല് പഠിക്കണമെന്നോ? പ്രത്യേകിച്ച് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചലഞ്ചായിട്ട് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ? അത്രയൊന്നും ഇപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല. ഇപ്പോഴത്തെ വർക്ക് ചെയ്യാനുള്ള, അതായത് ഇപ്പോൾ പഠിച്ച സ്കിൽസൊക്കെ വെച്ച് തന്നെ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കമ്പനി സൈഡിൽ നിന്ന് ഇപ്പോൾ കമ്പനി വർക്ക് ചെയ്യുന്ന അടുത്തൊരു റിപ്പോർട്ട് ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് ധന്യ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറയും? അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താ പറയുക, നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ പെർഫോമൻസ് റിവ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ കമ്പനിയിൽ? അങ്ങനെയൊന്നുമില്ല, ഇതുവരൊന്നുമില്ല. എന്നാലും അതായത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെപ്പോഴും അഡ്രസ്സ് ചെയ്യത്തില്ലേ? അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞാൽ അങ്ങനത്തെ മീറ്റിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. അപ്പോൾ അതെല്ലാം ഇപ്പോൾ പ്രോപ്പറായിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രൊഫൈലിൽ ധന്യ ഹാപ്പിയാണ്. ഫസ്റ്റ് ഡേ കമ്പനി ചെന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണത്തില്ല, അതായത് ഒരു ജോലി കിട്ടുന്നു, കമ്പനി ചെന്ന് കയറുന്നു, അപ്പോൾ നമ്മുടെ മൈൻഡിലൊക്കെ ചിലപ്പോൾ പിക്ചർ കാണും എൻ്റെ ഫസ്റ്റ് ഡേ എങ്ങനെയായിരിക്കും. ശരിക്കും ഈ കമ്പനി ചെന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഞാൻ വിറച്ച് ചെന്നപ്പോൾ തന്നെ അവിടുത്തെ കറണ്ടും പോയി. ഫസ്റ്റ് ഡേ തന്നെ ഐശ്വര്യമായിട്ടാണ് തുടങ്ങിയത്. അതെ അതെ. പിന്നെ അവിടുത്തെ അങ്ങനെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ഒക്കെ നമ്മുടെ ഒരു ഏജുള്ള ആൾക്കാരാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ ഒന്നാമത് അവർക്ക് മനസ്സിലായി ഞാനിങ്ങനെ പേടിച്ചാ വരണത്. അങ്ങനെ അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു തരാനും പഠിപ്പിക്കാനൊക്കെ ഒരാളുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാവരും കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു 1.5 മന്ത് പക്ക നമുക്കൊരു ട്രെയിനിങ് പോലെ നമ്മൾ എന്ത് ചെയ്താലും അവർ നോക്കുമായിരുന്നു. കാരണം പുറത്തേക്ക് പോണതല്ലേ, നമ്മൾ പുറത്തെ ക്ലയന്റിനാണല്ലോ ചെയ്യുന്നത്. എന്നിട്ടാണ് ഞാൻ കുറേ മണ്ടത്തരങ്ങളൊക്കെ എൻ്റെ ഒന്നും പറ്റിയിട്ടുണ്ട് അവിടെ. അതൊക്കെ അവർ ക്ഷമിച്ച് നിൽക്കുന്നു. അപ്പോൾ എന്തായാലും ഒരു 2 മന്ത്സോളം അവർ പ്രോപ്പറായിട്ട് ട്രെയിനിങ് തന്നു, ക്ലയൻസിൻ്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് തന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒരു വർക്കിലേക്ക് ഇടുന്നത്. ഓക്കെ. അപ്പോഴത്തേക്ക് ആ കോൺഫിഡൻസ് ആയി. ഫസ്റ്റ് എന്നാൽ പേടിയും കാര്യങ്ങളൊക്കെ മാറി എല്ലാം ചെയ്യാനുള്ള. ഇങ്ങനെ വിളിക്കാനൊക്കെ പേടിയാ, വല്ല ക്ലയന്റ് ആരെങ്കിലും ചൂടായാലൊക്കെ എങ്ങനെ എനിക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. വിളിക്കേണ്ട സിറ്റുവേഷൻ വരാറുണ്ടോ? ഇല്ല, അത് ഏട്ടന്മാർ അവിടെ ഹാൻഡിൽ ചെയ്തോളും. അവർ ടീമുണ്ട്, ചെയ്യാനായിട്ടുണ്ട്. അല്ല, അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതല്ലേ. ഇപ്പോൾ വിളിക്കുമ്പോഴും ഇപ്പോൾ അങ്ങനെ ചൂടാണ്ട സിറ്റുവേഷൻ വരേണ്ട അങ്ങനത്തെ ഒരു പോസ്റ്റ് അല്ലല്ലോ. പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറയുമ്പോൾ ക്ലയൻസുമായിട്ട് ഇപ്പോൾ അവരുടെ ഈ പറഞ്ഞ റിസൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനല്ലാതെ വേറെ സെയിൽസ് റിലേറ്റഡ് ഒന്നും അങ്ങനത്തെ കോൾസ് ഒന്നും ഇല്ലല്ലോ. ഇങ്ങനത്തെ ഈ ക്ലയൻറ്റുമായിട്ടുള്ള ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ മാത്രം. അതിനകത്ത് പക്ഷേ അങ്ങനത്തെ ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ വരാറുണ്ടോ? അത് നമുക്ക് പോസ്റ്റിങ്ങും വരുന്നുണ്ട്. ചിലപ്പോൾ ചിലത് പോസ്റ്റ് ചെയ്യാൻ നമ്മൾ വിട്ടുണ്ടാവും. കാരണം അവിടെ ഒരു ഏജൻസി ആയതുകൊണ്ട് തന്നെ 60 above ക്ലയൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ അത് മൊത്തം ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ചിലത് വിട്ടുപോയി എന്ന് വരാം. അത് സോഷ്യൽ മീഡിയ പ്രൊഫൈലും തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ വിട്ടുപോയി എന്ന് വരാം. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട്, SEO ചെയ്യുന്നുണ്ട്, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും ഗൂഗിൾ ആഡ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ പെയ്ഡ് ആഡ്സ് അതുവല്ലതും ചെയ്യുന്നുണ്ടോ? അത് നമുക്ക് അവരിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇരുത്തി പറഞ്ഞു തരും, പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. നമ്മൾ എന്ത് ചോദിച്ചാലും പറഞ്ഞു തരും അവർ. ഓക്കെ. അല്ല, എല്ലാം പഠിച്ചു വെക്കുന്നത് നല്ലതാണല്ലോ, കാരണം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം അറിയണമല്ലോ. അതെ. ഓക്കെ. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ഒരു ലൈഫും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ കണ്ടിന്യൂ ചെയ്യാനല്ലേ പ്ലാൻ? ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ. ഇത് തന്നെയാണ് കരിയർ, ഇത് ഇഷ്ടപ്പെട്ടു, ഈ ജോലി ഓക്കെയാണ്, കംഫർട്ടാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിൻ്റെ കേസ് നമ്മൾ ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ്. ഇത് ചെയ്യുന്ന വേർഡ്പ്രസ്സിൽ തന്നെയല്ലേ? അതെ, ഇപ്പോൾ ഓഡോയിലും കൂടെ ചെയ്യുന്നുണ്ട്. ഈ ഓഡോ അല്ലെങ്കിൽ വേർഡ്പ്രസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആണോ? അതെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? സിമിലർ ആണ്, പക്ഷേ ഓഡോന് നമുക്ക് സെർവർ വേണ്ട, ഹോസ്റ്റിംഗ് വേണ്ട. അത് വേണ്ട. ഓക്കെ. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ചീപ്പായിട്ട് വെബ്സൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അത് നേരത്തെ അറിയായിരുന്നു, അതല്ല ഇവിടെ ചെന്ന ശേഷം പഠിച്ചത്? ഇവിടെ ചെന്ന ശേഷം പഠിച്ചതാ, അവർ പഠിപ്പിച്ചു തന്നതാണ്. അതെ. ഓക്കെ. അപ്പോൾ അത് മറ്റു പോലെ തന്നെ സിമ്പിളാണ്, ചെയ്യാൻ സിമ്പിളാണ്. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വെബ്സൈറ്റാണ് ഒരു
കരിയറിലൊരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് വന്നത്. അതെ. ഓക്കെ. അപ്പോൾ ആ ചെയ്ത, അതായത് ഒരു ഹോട്ടലിന് വേണ്ടി ചെയ്ത വെബ്സൈറ്റ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഈ നേരത്തെ ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജിക്ക് പോകണോ, എന്ത് കോഴ്സ് എടുക്കണം, ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നല്ലോ. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ മിക്കവാറും പാരൻസിൻ്റെ തീരുമാനമായിരിക്കും. കാരണം നമ്മുടെ ഏജ് അതാണ്. അപ്പോൾ ബി സി അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ബി ടെക് എന്താണേലും അത് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഇതിനൊരു റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള, അല്ലെങ്കിൽ ജോലി കിട്ടുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന ഇഷ്ടം പോലെ ഗ്രാജുവേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നോൺ ഐ ടി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ട്, ഐ ടി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരാൾ ഇപ്പോൾ ധന്യ അടുത്തൊന്ന് ചോദിക്കുകയാണ്, ഞാൻ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു, ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധന്യ എന്ത് ഉത്തരമായിരിക്കും പറയാൻ പോകുന്നത്? കോഡിങ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് പോവണ്ട. ഓക്കെ. പിന്നെ ആൾക്കാർ എന്ത് പറയും, പിന്നെ അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കേണ്ട. അതിപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാവരുടെയും ഒരു വിചാരമുണ്ട്, മാർക്കറ്റിംഗ് ആണോ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ചെയ്യണോ. അതിപ്പോഴും ഉണ്ട്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ മാർക്കറ്റിംഗ് വേർഡാണ് ആൾക്കാരെല്ലാം വിചാരിക്കുന്നത്. അത് മാത്രമേ അറിയുന്നുള്ളൂ, ഡിജിറ്റലി ആണെന്നുള്ളത് അവർക്ക് അറിയില്ല. ഈ മാർക്കറ്റിംഗിലാണോ നീ പോകുന്നത്, അതാണോ നീ ഇപ്പോൾ 3 വർഷം പഠിച്ച്, അങ്ങനെ ഒരു ചോദ്യം വരും. അതുകൊണ്ട് ആളുകൾ ഇപ്പോഴും നമ്മൾ ഇൻസ്റ്റയിലെല്ലാം നമ്മൾ ഈ ആഡ്സ് എപ്പോഴും കാണുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നത് ആരാന്നോ എങ്ങനെ വരുന്നെന്നോ ആരും ആലോചിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ അതൊരു ഒരു ചലഞ്ച് തന്നെയാണ് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നതെന്നുള്ളത്. അതും ഇപ്പോഴും വീടുകൾ തോറും ഈ കയറി ഇറങ്ങി ചെയ്യുന്ന ജോബാണ്. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഗ്രാജുവേറ്റ് ഒരാൾ വന്ന് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചോദിക്കുക എങ്ങനെ ഒരു ജോലി കണ്ടുപിടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുന്നത്? പെട്ടെന്നൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്രാഷ് കോഴ്സ് ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് എടുത്ത് പഠിക്കുക, എന്തെങ്കിലും സ്കില്ല് പഠിക്കണം. ഫീൽഡ് മാറിയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ബി സി ആയിരുന്നു, ഇത് നോൺ ഐ ടി എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് പോലെയാണല്ലോ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ആൾക്കാർ എന്ത് പറയുന്നതെന്ന് വിചാരിക്കണ്ട, പഠിച്ചോ, നിന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നീ പഠിച്ചോ. പിന്നെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുക, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവിടുത്തെ പ്ലേസ്മെൻറ്റിൻ്റെ ഇതൊന്നും നോക്കിയിട്ട് പോവണ്ട. നമ്മുടെ കയ്യിലാണ് പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ. അതായത് നമ്മളുടെ സൈഡ് നമ്മൾ ക്ലിയർ ആക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും. പിന്നെ പഠിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം പഠിക്കുക, അത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യം. ഇപ്പോൾ വേറെ ഫ്രണ്ട്സ് പഠിക്കാൻ പോയത് നോക്കിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റണമെന്നില്ല. നമ്മളുടെ ടേസ്റ്റ് എന്താ നോക്കിയിട്ട് അതനുസരിച്ചുള്ള എന്തെങ്കിലും പറ്റണില്ല എന്ന് തോന്നിയാൽ അത് അപ്പം തന്നെ അവിടെ നിർത്തിയിട്ട് പോരുക. അതായത് ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്, അത് ഓൾറെഡി ഇത്രയും സ്പെൻഡ് ചെയ്തു, പറ്റുന്നില്ല. പക്ഷേ പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഒരു ജോലിക്ക് കയറി, പക്ഷെ അപ്പോഴും ഇഷ്ടമില്ലാത്തൊരു ഫീൽഡാണെങ്കിൽ അത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പറ്റണില്ല എന്ന് തോന്നിയാൽ നിർത്തിയിട്ട് പോരുക. അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടെ നമുക്ക് വേണം. അതെ, എൻ്റെ ഫാമിലി എനിക്ക് തന്നു സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടായിട്ട് എടുക്കാൻ പറ്റി. അപ്പോൾ ശരിക്കും ഇത്ര ഇപ്പോൾ പറഞ്ഞാൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. എന്നാലും ഇപ്പോൾ ധന്യ തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഇതായിരുന്നു എൻ്റെ ചിലപ്പോൾ ചില തീരുമാനങ്ങളായിരിക്കും, അന്ന് ആ തീരുമാനം എടുത്ത് നന്നായി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ മാറി ആ ഒരു കോഴ്സ് നിർത്തിയിട്ട് പുതിയൊരു കോഴ്സിലേക്ക് വരാൻ തീരുമാനിച്ച ഒരു സമയം. ആ ഒരു തീരുമാനം ശരിക്കും പറഞ്ഞാൽ അത് അത്രയും യൂസ്ഫുള്ളായി. അതായത് കരിയറിൽ വേറൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് തന്നെ വന്നു. അതുകൊണ്ട് ഒരു പ്രൊഫഷനായി. ഓക്കെ. അതായത് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് എത്താൻ സാധിച്ചു. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 18 വയസ്സ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ധന്യയ്ക്ക് ആ ഏജിൽ ഒരു റീതിങ്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഏത് കരിയർ ചൂസ് ചെയ്യും? അതായത് ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കണമെന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ മേ ബി ഡിഗ്രിക്ക് പോവാതെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് വന്ന് പഠിക്കുമായിരുന്നു. അതായത് ഡിഗ്രിക്ക് പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനത്തെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഓക്കെ. അത് ഡിഗ്രി ചെയ്തില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്കില്ലാണ് നമുക്ക് ആവശ്യം കരിയറിൽ. ഓക്കെ. ജോലി കിട്ടാനായിട്ട് നമുക്ക് സ്കില്ലുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇടയ്ക്കൊരു സമയത്ത് പി ജിയെ പറ്റി ആലോചിച്ചില്ലായിരുന്നു? പി ജിക്ക് പോകണോ വേണ്ടേ? അത് എനിക്ക് പി ജിക്ക് പോയിട്ട് നെറ്റ് എഴുതിയിട്ട് ഞാൻ ടീച്ചർ ആവണോ എന്താണോ വേണ്ടതെന്ന് ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു. എന്താണ്? ഓക്കെ. ചേച്ചിയായിട്ട് എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? ഞങ്ങൾ 3 വയസ്സ്. 3 ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ വരുമ്പോൾ ചേച്ചിയാണോ കൂടുതൽ അഡ്വൈസ് തരുന്നത്, അതല്ല പാരൻസ് എല്ലാവരും സെയിം ആണോ? എല്ലാവരും സെയിം ആണ്, കൂടെ നിൽക്കും എൻ്റെ ഇഷ്ടത്തിന്. എന്നാലും ആ പ്രശ്നം വന്ന് ഫസ്റ്റ് വിളിച്ചോണ്ട് ചേച്ചിയാണ് ഫസ്റ്റ്. കാരണം വീട്ടുകാർക്ക് എങ്ങനെയത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ള പേടി കാരണം അവർ ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, വിഷമാവോ അങ്ങനെയൊക്കെ. ഓക്കെ. ആ ചേച്ചി ഒരു കമ്പനി വർക്ക് ചെയ്യുന്നതുകൊണ്ട്
ഈ സിറ്റുവേഷനൊക്കെ ചേച്ചി ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാകുമായിരിക്കും. ചേച്ചി റേഡിയോളജിസ്റ്റ് ആണ്, മെഡിക്കൽ ഫീൽഡാണ്. പക്ഷെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് പറ്റണില്ല. അപ്പോൾ പോരെ പറഞ്ഞു, കുഴപ്പമില്ല നിർത്തിക്കോ, കാശ് ഇന്ന് വരും പോവും. ഈ ഒരു ഡയലോഗാണ് പറഞ്ഞത്, കാശ് ഇന്ന് വരും പോവും, ഇനി അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. 2ാമത്തെ മാസം നമ്മൾ ഫീ കൊടുക്കാറായി. അപ്പം അവിടെ പറഞ്ഞാൽ ഒരു ദിവസം ഗ്യാപ്പ് തരില്ല, അന്ന് തന്നെ നമ്മൾ ഫീ പേ ചെയ്യണം. ഞാൻ അതിൻ്റെ 2 ദിവസം മുമ്പേ ഞാൻ ഇറങ്ങി. അപ്പോൾ നേരത്തെ ട്രാവൽ ചെയ്തു വന്ന കാര്യമൊക്കെ പറഞ്ഞു, നസീബിൻ്റെ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. നസീബ് ഇപ്പോഴും സപ്പോർട്ട് തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നസീബിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ധന്യ, ഹായ് ധന്യ. ഞാൻ ധന്യയുടെ ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൻ്റെ ടൈമിൽ തന്നെ ലിങ്ക്ഡിൻ ഇൻസ്റ്റ ചെയ്തോ ചെക്ക് ചെയ്ത സമയത്ത് വർക്ക്ഷോപ്സ് കുറേ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. സോ ധന്യക്കൊരു ഡയറക്ഷൻ ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആയിരുന്നു. അത് ക്ലാസ്സിൻ്റെ ടൈം ആയാലും പ്രത്യേകിച്ച് ധന്യ എനിക്ക് തോന്നുന്നു ഒറ്റപ്പാലാണ് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. 1 ടീമിലോട്ട് ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരികയാണ് ചെയ്തിരുന്നത്, അത്രയും ദൂരം. അപ്പോൾ ഞാൻ ചില ദിവസം ധന്യനോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വർക്ക് ആവും, അല്ലെങ്കിൽ ഇന്ന് ചെറിയ ടോപ്പിക്കാണ്, ഇപ്പോൾ വർക്ക് ആണെങ്കിൽ അവിടുന്ന് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അത്രയും ദൂരം ഇതാക്കുന്ന സമയത്ത്. പക്ഷെ ധന്യ ഡെയിലി വരുമായിരുന്നു. സോ അതെനിക്ക് ആ ഒരു എനർജി, ഓക്കെ, അത് ചിലപ്പോൾ ഡയറക്ഷൻ ഇല്ലതുകൊണ്ടാവാം. സോ അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ, ഡെയിലി എന്തുകൊണ്ടാണ് ഡെയിലി വന്ന് പോയിരുന്നത് എന്നുള്ളത്? കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയ ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ വർക്കാണ്, തന്നെ ലാപ്പ് ഉണ്ടായിരുന്നു, അത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ തന്നെ അത് കേൾക്കാതെ ഡെയിലി വരുമായിരുന്നു. ഓക്കെ, സോ അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? നേരത്തെ പറഞ്ഞ ഇത്ര എഫേർട്ട് എടുത്തിട്ട് ഡെയിലി ഒരു 6 hours ട്രാവൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ഈ ഒരു ഏജിലുള്ള ആൾക്കാരൊക്കെ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ജോബ് കിട്ടിയാൽ പോലും കുറച്ചൊന്ന് ട്രാവൽ ചെയ്ത് പോകണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത്രയും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വീടിൻ്റെ അടുത്ത് തന്നെ വേണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ പട്ടാമ്പി ആണെങ്കിൽ പോലും ഒരുപാട് ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ അതല്ലാതെ ഇത് എത്ര ദൂരമാണെങ്കിലും കുഴപ്പമില്ല, അത് ഓൺലൈനിൽ പഠിച്ചു കഴിഞ്ഞാൽ അത്രയും എഫക്റ്റീവ് ആകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു 3 hours ഒക്കെ രാവിലെ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെയിലി ചെയ്യാമെന്ന് പറയുമ്പോൾ അത്ര ഈസി കാര്യമല്ല. അപ്പോൾ അതെന്താണ് ഈ മോട്ടിവേറ്റ് ചെയ്യുന്നത്? അതായത് എനിക്ക് ജോലി കിട്ടിയേ പറ്റൂ എന്നുള്ളതാണോ, അതായത് എൻ്റെ കരിയർ എവിടെയെങ്കിലും എത്തിക്കണം എന്നുള്ളൊരു ആ ഒരു ഫീലാണോ? എനിക്ക് അതാണ് നസീബ് അതിൽ ചോദിച്ചത്. ജോലി കിട്ടിയേ പറ്റൂ, നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. ഞാൻ ഒന്നാമത് 1 month ബാക്കിലായി എല്ലാവരുടെയും. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ ഇഷ്ടപ്പെട്ടത് നേടാം. പോളിസി ആയിരുന്നു. അപ്പോൾ ഒരു നമ്മുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് അത്ര എടുത്ത് കഴിയുമ്പോൾ റിസൾട്ട് കിട്ടുന്നു, എനിക്ക് ക്ലിയർ ആക്കണം, ചെയ്യണം. ഓക്കെ, എനിക്ക് ഒരു സ്ഥലത്ത് ഞാൻ ഡിസിഷൻ എടുത്ത് തെറ്റി, ഇനി ഇതുകൊണ്ട് ഇതിലൊരു കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, ഇതിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ലായിരുന്നു. എൻ്റെ 200% എഫേർട്ട് ഇട്ടിട്ടാണെങ്കിലും റിസൾട്ട് കിട്ടിയേ പറ്റൂ, അതും വേഗം തന്നെ കിട്ടുകയും വേണം. അങ്ങനെയായിരുന്നു മൈൻഡിൽ. എൻ്റെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ കുറേ പേര് കണ്ടിട്ടുണ്ട് കോഴ്സ് കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നതും കോഴ്സ് കഴിഞ്ഞിട്ട് തന്നെ ഫീൽഡ് മാറുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊന്നും ആവരുത്, ഇനിയൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ വയ്യ. അപ്പം അവിടെ ഒരു 20K അവിടെ കളഞ്ഞു. അപ്പോൾ ഇനി അങ്ങനെ കളയാനും വയ്യ, സമയമില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും ഈ ഒരു ടൈം ഫ്രെയിമിനകത്ത് എവിടെയെങ്കിലും ഒരു കമ്പനിയിൽ നമ്മുടെ ലൈഫ് കാരണം PGക്ക് പോയവരാണെങ്കിലും അവരുടെ ഫസ്റ്റ് ഇയർ തീരാറായി. എൻ്റെ കോഴ്സ് തീരുമ്പോഴേക്കും അവരുടെ ഫസ്റ്റ് ഇയർ തീരും. ഞാനിങ്ങനെ ആലോചിക്കും, അവരുടെ ഫസ്റ്റ് ഇയർ തീരും, അവരിറങ്ങും, പിന്നെ അവർക്കും ഈ ഒരു കരിയർ ഗ്യാപ്പും വരരുത്, അത് മെയിനായിട്ട്. അപ്പോൾ എങ്ങനെയും ജോലിക്ക് കയറിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് നേരത്തെ ആദ്യം പോയി ചേർന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനൊരു പങ്കില്ലേ? നമ്മൾ ഈ ഒരു പ്രഷർ സിറ്റുവേഷനിൽ കൊണ്ടുവന്ന അവരും കൂടെ അല്ലേ? അപ്പോൾ ശരിക്കും അവിടെ പോയി നന്നായില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ടെൻഷനായി. ജോലി കിട്ടിയേ പറ്റൂ, ഇനിയൊരു മിസ്റ്റേക്ക് പറ്റത്തില്ല, കുറച്ചുകൂടെ നമുക്ക് ഒരു സീരിയസ്നെസ് വരുമല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് നന്നായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് ഒരു 1 month മുന്നേ തന്നെ നമുക്കൊരു കരിയറിലേക്ക് കയറാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ ഇനി മുന്നോട്ടാണെങ്കിലും ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും എത്ര ഹൈറ്റ്സിൽ പോകാൻ പറ്റുമോ അത്രയും ലെവലിലോട്ട് പോവുക, അതായിരിക്കും നസീബ് സാറിനെ പോലെ തന്നെ ആവണം. അതായത് കംപ്ലീറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗെ പറ്റി എല്ലാം അറിയാവുന്ന ആ ഒരു ലെവലിലേക്ക് എത്താൻ നോക്കുക. ഓക്കെ, അപ്പോൾ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചെയ്യുന്നത് SEO അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാത്രമാണ്, ബാക്കി അതിൻ്റെ കൂടെ പഠിച്ചു പോവുകയാണ്.
എല്ലാം പഠിച്ച് കഴിഞ്ഞ ഒരു 360 ഡിഗ്രി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ലെവലിൽ ഇപ്പോൾ തന്നെ എനിക്കൊന്ന് ഇത്രയും ജൂനിയർ ലെവലിലേക്ക് ഇത്രയും ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അച്ചീവ്മെൻറ്റാണ്. കാരണം സാധാരണ കമ്പനി ചെന്ന് കഴിയുമ്പോൾ ചെറിയ ചെറിയ ടാസ്കുകളായിരിക്കും ഫസ്റ്റ് ഇയറിലൊക്കെ തരുന്നത്. ഇത് ചെന്ന് ഒരു ഇൻറ്റേൺഷിപ്പ് 2-3 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ആ കമ്പനിയിലെ ക്ലയൻസിനെ ഡയറക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ തരികയാണ്, അവരുടെ എൻറ്റയർ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും നമുക്ക് ഫസ്റ്റ് ലെവലിലെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അത്രയും നമുക്ക് ഒരു പ്രൊഫൈൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു 5 വർഷം കൊണ്ട് കിട്ടേണ്ട ഗ്രോത്ത് ഇതുപോലെ കഷ്ടപ്പെട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു 1 ഇയറിൽ തന്നെ കിട്ടാൻ പറ്റും. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് നമുക്ക് കരിയറിൽ സക്സസ് വരാൻ തുടങ്ങും. അപ്പോൾ വൺസ് അഗൈൻ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. തന്നെ വിചാരിച്ച പോലെ തന്നെ അത് ഈ ഒരു എനർജി അല്ലെങ്കിൽ നേരത്തെ നസീബ് പറഞ്ഞ ഒരു മോട്ടിവേഷൻ അത് എൻറ്റയർ കരിയറിൽ മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് നമ്മൾ എവിടെ എത്തണം വിചാരിക്കുന്നോ ആ ലെവലിൽ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന്. വൺസ് അഗെയിൻ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.